നമസ്കാരം. ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നില്ലേ നമ്മളെല്ലാവരും. COVID-19 കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, അതായത് അതത് സ്ഥലങ്ങളിലെ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ ഓരോ വ്യക്തികളും കർശനമായും പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ മഹാമാരിയിൽ നിന്നും കരകയറാനാകൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു സാധനങ്ങളും ഒന്നും തന്നെ വേസ്റ്റാക്കി കളയാതിരിക്കുക. ലോകത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് അല്ലേ. നമ്മൾ ഓരോരുത്തരും അത്യാവശ്യ സാധനങ്ങളൊക്കെ കരുതി വീടുകളിൽ ഇരിപ്പാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കരുതി വയ്ക്കുന്നതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ടല്ലേ. അവർക്കൊന്നും തന്നെ ഒരു പക്ഷേ ഈ സാധനങ്ങളൊന്നും കരുതി വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. അവർക്കൊക്കെ കുട്ടികളും കുടുംബവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എന്തെന്ന് വെച്ചാൽ, അടുത്തൊക്കെ ഉള്ളവർ ഭക്ഷണം കഴിച്ചോ കഴിക്കാത്തവരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ സഹായിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരു മണി അരി പോലും വേസ്റ്റ് ആക്കാതിരിക്കുക. നമ്മുടെ മക്കളെയും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കരകയറാനാകും. ഇന്ന് ഞാൻ വന്നത് ഒരു പൈനാപ്പിൾ രസം തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം നമുക്ക്. അതായത് നാട്ടിലൊത്തിരി പൈനാപ്പിളൊക്കെ കൈതച്ചൊക്കെ ഇങ്ങനെ വേസ്റ്റായി പോകുന്നു എന്നൊക്കെ കണ്ടു. അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള സമൂഹത്തിലെ എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് ഫുഡ് അങ്ങനെ അതിൽ കൈതച്ചക്ക കൂടി ഉൾപ്പെടുത്താമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാനിടുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ രസം ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ രസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ തക്കാളി അരച്ചത്, പൈനാപ്പിൾ അരച്ചത്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിടാം. കടുക് ഒന്ന് നന്നായിട്ട് എല്ലാ കടുകും ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച്, അതായത് ഒരു 2 നുള്ളോളം ഉലുവ ഇടണമേ. കുറച്ച് ഉലുവ, 1/2 ടീസ്പൂണൊന്നും വേണ്ട, കുറച്ചൊരു 1/4 ടീസ്പൂൺ, ഒരു ഇച്ചിരി മതിയാകും ഉലുവ. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഉലുവ ചേർത്താൽ മതി. ഞാൻ ഒരു ചെറിയ അളവിലുള്ള രസമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. അതായത് ഒരു തക്കാളിയുടെ പകുതി ഒക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനുള്ള ഉലുവ എല്ലാം പൊട്ടിയതിന് ശേഷം ഒരു നുള്ളു ജീരകം കൂടെ ഇട്ടു കൊടുക്കും. ജീരകമൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വറ്റൽമുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് ഒന്ന് കീറിയെടുത്തത് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയില ഒന്ന് വഴറ്റി ചേർക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ മല്ലിയില ചേർക്കുന്നത്. മല്ലിയിലയും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കിടന്നൊന്ന് മൊരിഞ്ഞ് വരും. മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കൊന്ന് ആ മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് ഒരു കുത്തുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുരിച്ചത് കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഒന്ന് മുരിച്ചെടുക്കാം. ഈ പൊടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കുണ്ടാവും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ അളവിലുള്ള രസമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ അതുപോലെ തന്നെ ഒരു ചെറിയ പൈനാപ്പിൾ 4ആയിട്ട് മുറിച്ചതിൻ്റെ ഒരു കഷ്ണം, അതായത് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ്. അത് വേവിച്ചിട്ടൊന്നുമില്ല, വെള്ളവും ചേർത്തിട്ടില്ല. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. തക്കാളിയും അതുപോലെ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തതാണ്.
ഈ തക്കാളിയും പൈനാപ്പിളും ഇതിൽ കിടന്ന് നന്നായിട്ട് വേണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, ആ ഒരു പാകം ആക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൈനാപ്പിളിൻ്റെയും തക്കാളിയുടെയും പച്ച മണമൊക്കെ നന്നായിട്ട് മാറണം. ഇതിലാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ. നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അതായത് ഞാനിപ്പോൾ എടുത്ത പൈനാപ്പിൾ നല്ല പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിൾ അല്ല, കുറച്ച് പഴുക്കാൻ തുടങ്ങി ചെറിയൊരു പുളിയുള്ളതാണ്. എങ്കിലേ നമുക്ക് കറിക്ക് ഒരു പുളിയും മധുരവും കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ ഇച്ചിരി വാളൻപുളി ചേർക്കണം കേട്ടോ. നമുക്ക് ഈ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം പുളി വേണമെങ്കിൽ ചേർത്താൽ മതി. വേണമെങ്കിൽ ഇച്ചിരി വാളൻപുളി ചേർക്കാം. ഞാനിച്ചിരി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിന് പുളി വെള്ളത്തിൽ കുതിർക്കാനിട്ട് വച്ചിട്ടുണ്ടേ. നമുക്ക് നോക്കാം, ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇച്ചിരി പുളിയും കൂടെ ചേർക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരണം. ഞാൻ ഇതിൽ കുറച്ച് പേർക്കൊക്കെ നല്ല തിക്കായിട്ടുള്ള രസമായിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ചൂടുവെള്ളം തന്നെ ചേർക്കണം കേട്ടോ. അത് കുറച്ച് ലൂസായിട്ടുള്ള രസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉപ്പ് കുറവാണ്, ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയതിന് ശേഷം പുളി വേണമെങ്കിൽ ചേർക്കാം. എനിക്കിതിലേക്ക് ഒരു അല്പം പുളി ചേർക്കണം കേട്ടോ. പുളി വേണം, അതുകൊണ്ട് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയിൽ നിന്ന് ഒരു അല്പം ഇത്രയാണ് കണ്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ച് പുളി മതിയാകും. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ഞാൻ സാധാരണ രസം ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ പുറത്തിൻ്റെ മേളിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പാകം ആക്കിയാണ് എടുക്കാറ് കേട്ടോ. കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രസം ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടെ ചേർക്കാം. രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കായം ചേർക്കണമല്ലോ. കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല തീ ഒന്ന് കൂട്ടി വെച്ച് നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് വറ്റി വരട്ടെ. ചോറൊക്കെ ഉണ്ടാൻ നല്ലൊരു കറിയാണ് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല എരിവും പുളിയും അതുപോലെ തന്നെ ഈ പൈനാപ്പിളിൻ്റെ നല്ല ചെറിയൊരു മധുരവും കൂടി ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പൈനാപ്പിൾ കേസരി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നല്ല പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രസം ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും ഇച്ചിരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരല്പം പുളിയോട് കൂടിയ പൈനാപ്പിൾ കൈതച്ചക്ക തന്നെയാണ് കേട്ടോ. രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ രസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറിൽ വരണം. നല്ല മണം വരും അപ്പോൾ രസത്തിൻ്റെ. കായപ്പൊടിയുടെയും ഒരു മല്ലിയിലയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടിയിട്ട് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയും മധുരവും എല്ലാം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു ഡിഷിലോട്ടൊരു സെർവിങ് ഡിഷിലോട്ടൊരു ബൗളിലോട്ട് നമുക്കത് മാറ്റാം. അപ്പോൾ കുറച്ച് കൂടുതൽ രസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തണം കേട്ടോ. അപ്പോൾ കൈതച്ചക്ക കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു രസം തയ്യാറാക്കി നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.